ആചാര്യ, കലാശാല രാഷ്ട്രീയത്തിൽ കൂടെ കടന്നുവന്ന യുവജന പ്രസ്ഥാനങ്ങളിൽ കൂടെ മുന്നേറി കേരളത്തിലെ ഏറ്റവും മിടുമിടുക്കനായ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിക്കുന്ന വി.ഡി. സതീശനെ കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ എന്ന മഹത് വ്യക്തി പറയുകയാണ്, ഇന്നലത്തെ മഴയ്ക്ക് പൂത്ത തകരയാണെന്ന്. ഇത് ഇത്തിരി കടന്ന കൈ അല്ലേ ഹാജിയാരെ? വെള്ളാപ്പള്ളി സത്യമോ മിഥ്യോ ആണെന്ന് കേരളീയ ജനത തീരുമാനിക്കട്ടെ. പക്ഷെ ഇത്തവണ സതീശൻ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നത് വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ചാണെന്നതിൽ ഒരു സംശയവും ഇല്ല മാഷേ. വെള്ളാപ്പള്ളിയേക്കാൾ അപ്പുറത്തല്ല എന്റെ ആചാരെ മന്ത്രി സജി ചെറിയാൻ നടത്തിയ പ്രസ്താവനകള്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയതോടെ ഹാജിയാർ വക്കൈ പാർട്ടീസിനെ വിരളി പിടിച്ചിരിക്കുകയല്ലേ? നിങ്ങള് കൺട്രോളിൻ. അടുത്ത നിയമസഭയിൽ ഞങ്ങള് മിനിമം 80 സീറ്റ് പിടിച്ചിരിക്കും. അപ്പൊ 100ഉം 110ഉം സീറ്റൊക്കെ കിട്ടും എന്നുള്ളതൊക്കെ പിൻവലിച്ചോണ്ട് ആചാരെ. മിനിമം 80, അത് 100, 110 വരെ ആകാം. വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും പ്രസ്താവന ഇറക്കിയത് കൊണ്ടൊന്നും അവരുടെ സമുദായക്കാരെ LDF വോട്ട് ചെയ്യുന്നു. CPM-ന്റെ മനസ്സിലിരിപ്പേ എല്ലാ കാലവും കേരളം ഭരിക്കാന്ന, അടിത്തറ ഇളകിയിട്ടും വോട്ട് ശതമാനം വർദ്ധിച്ചെന്നാ ബേബി സഖാവ് പറയണതേ. വെറുതെ ഒന്നും പറയണതല്ല. വർദ്ധിച്ച വോട്ട് ശതമാനത്തിന്റെ കണക്കുകൾ നേരെയായി നിരത്തിയിട്ടാ പറയണത്. ഞങ്ങൾ തിരുവനന്തപുരം നഗരസഭ പിടിക്കൂന്ന് പറഞ്ഞപ്പോഴേ എന്ത് പൊച്ചായിരുന്നു സഖാക്കൾക്ക്. ഓ, എന്തായി ഇപ്പോ? അധികം വൈകാതെ കേരളം ഞങ്ങൾ അങ്ങോട്ട് എടുക്കും, നോക്കിക്കോളും രാജാരെ. നടക്കാത്ത സ്വപ്നം. അന്ന് മുതല് കാക്കകൾ മലർന്നു പറക്കും. എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സമുദായ നേതാക്കൾ സർപ്പങ്ങളെപ്പോലെ പത്തി വിടർത്തി ചീറ്റാൻ തുടങ്ങും. ഇത് പ്രബുദ്ധ കേരളമാണെന്ന് വിചാരിച്ചാൽ അവർക്ക് കൊള്ളാം. സമുദായ നേതാക്കന്മാരെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നതേ സതീശന്റെ പാർട്ടിയിലെ നേതാക്കന്മാര് തന്നെയാ. തിരുമേനി പറഞ്ഞതാണ് യഥാർത്ഥ സത്യം. പച്ചക്കള്ളം പറഞ്ഞ് ഞങ്ങളുടെ പാർട്ടിയുടെ ഐക്യം തകർക്കാൻ ശ്രമിക്കരുതേ. ഐക്യം ഉണ്ടായിട്ട് വേണ്ടേ മാഷെ തകരാൻ? UDF-ല് മുഖ്യമന്ത്രി ആവാൻ എത്ര പേരാ കുപ്പായം തയ്ച്ചിരിക്കണമെന്ന് അറിയോ? ശിവ ശിവ പടച്ചോനെ, എന്നാൽ ഇങ്ങനെയുണ്ടോ ഒരു അധികാരക്കൊതി?